ഇന്ന് ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇത് ഇന്നസെൻറ്റിൻ്റെ ഭാര്യ ആലീസിൻ്റെ കുക്കറി ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസിപ്പിയാണ്. ഇതിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ അധികം സ്പൈസസ് അവർ ചേർത്തിട്ടേ ഇല്ല. അതുകൊണ്ട് പ്രോൺസ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. തേങ്ങാപ്പാലിൽ വേവിക്കുന്നുണ്ട്. അരിക്കകത്ത് കുറച്ച് 1-2 സ്പൈസ് ഏലക്കയും ഗ്രാമ്പൂവും മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ ഗരം മസാല പൊടിയൊക്കെ ചേർത്ത് അതിൻ്റെ ആ പ്രോൺസിൻ്റെ ഫ്ലേവർ കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൽ കുറച്ച് സ്പൈസസും പ്രോൺസും ബാസ്മതി അരിയും കൂടെ വേവിച്ച് കിട്ടുന്ന ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കൊഞ്ച് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ പ്രധാനമായിട്ട് വേണ്ടത് കൊഞ്ചൊരു 10-12 എണ്ണം മുറിച്ചിട്ടില്ല. വേണമെങ്കിൽ 2ആയിട്ട് മുറിക്കാവുന്ന സൈസാണ്. ഇത് 1 കപ്പ് അരിക്ക് വേണ്ടിയിട്ടുള്ളത് കൊഞ്ചായിട്ട്. ഇത്രയും 1 കപ്പ് അരി ബാസ്മതി അരി 1 മണിക്കൂർ കുതിർത്തിട്ട് ഒരു ഏലക്കയും 1 ഗ്രാമ്പും ഇട്ട് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുക. ചെറുതായിട്ട് വറുത്താൽ മതി, അധികം മൂക്കണ്ട, ചെറുതായിട്ട് വറുത്തത്. 1 ഏലക്ക 1 ഗ്രാമ്പു. വേറെ സ്പൈസ് ഒന്നും വേണ്ട. ഇതിന് കൊഞ്ച് ബിരിയാണിക്ക് അധികം സ്പൈസ് ഇല്ലാത്തതാണ് നല്ലത്. കൊഞ്ചിൻ്റെ ടേസ്റ്റ് ഇതിൽ വരേണ്ടത്, അതുകൊണ്ടാണ്. പിന്നെ ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1 മുറി നാരങ്ങ, പിന്നെ ഒരു വലിയ ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ ഉപ്പ്, പിന്നെ തേങ്ങാപ്പാൽ തനിപ്പാലിത്, പിന്നെ വെള്ളം ചേർത്ത തേങ്ങാപ്പാലിത്. ഇതൊരു 3 കപ്പ്. 1 കപ്പ് അരിക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ. ഇനി ഉണ്ടാക്കുന്നത് കാണിക്കാം. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിരിക്കുക. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. സാധാരണ ബിരിയാണിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല, പക്ഷേ കൊഞ്ച് ബിരിയാണിക്ക് വെളിച്ചെണ്ണയും നെയ്യുമാണ് നല്ലത്. ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ചുവന്നുള്ളി ചേർക്കും. ഇത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞത് വറക്കുക. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് 1 ടേബിൾ സ്പൂൺ. ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കൂടുതലാണ് വേണ്ടത്. 2 പച്ചമുളകും കൂടി. ഇതൊരുവിധം മൂത്ത് വരുമ്പോൾ ടൊമാറ്റോ ചേർക്കും. ചെറിയതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോ. ഒരുവിധം വലിപ്പമുള്ള ഒരു ടൊമാറ്റോ മതി. 1 കപ്പ് അരിയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഇതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ചതച്ചത്,
ഇത് എണ്ണ തെളിയുന്നത് വരെ കുറച്ച് സമയം കിടക്കും ഇതിൽ. ഇതെല്ലാം കൂടെ മൂത്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ മല്ലിയില ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിയില, നാരങ്ങാനീര്, ഒരു മുറി നാരങ്ങയുടെ നീര്, ചെറിയ നാരങ്ങയുടെ ഒരു മുറി മതി. കൊഞ്ച് ചേർക്കാം. കുറച്ച് സമയം വഴറ്റിയിട്ട് ഈ തനിപ്പാൽ ഒരു 3-4 സ്പൂണേ ഉള്ളൂ. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ കൊഞ്ച് വേവണം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കും. ഇപ്പോൾ കല്ലുപ്പ ചേർത്തിരിക്കുന്ന. ഈ തേങ്ങാപ്പാൽ വറ്റുമ്പോഴത്തേക്കും ഈ കൊഞ്ച് കുറച്ച് വെന്തിരിക്കും. ഇതിലിപ്പോൾ അവസാനം ചേർത്തത് നാരങ്ങാനീരും കുറച്ച് തനിപ്പാലും മല്ലിയില, കൊഞ്ചും. പൊടികളൊക്കെ നേരത്തെ വഴറ്റി. പൊടികൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉള്ളൂ. ഈ അരിയിലിട്ടിരിക്കുന്ന ഒരു ഏലക്കയും ഗ്രാമ്പും അതിൻ്റെ ഫ്ലേവർ മതി. എന്നുവെച്ചാൽ സ്പൈസസിൻ്റെ ഫ്ലേവർ ഇതിലധികം വരരുത്. അതുകൊണ്ട് ഇതിൽ ഗരം മസാലയൊന്നും ഇനി ചേർക്കാറുണ്ട്. ഇതിൽ കൊഞ്ചിൻ്റെ ടേസ്റ്റ് വരും നന്നായിട്ട്. അതാ വേണ്ടത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഇത് 3 കപ്പ്. ഇത് തനിപ്പാലല്ല, കുറച്ച് വെള്ളം ചേർത്ത തേങ്ങാപ്പാൽ. ഇത് 3 കപ്പുണ്ട്. 1 കപ്പ് അരിക്ക് 3 കപ്പ് തിന്നായിട്ടുള്ള കുറച്ച് നേർത്ത തേങ്ങാപ്പാൽ. ഇപ്പം എണ്ണ തെളിഞ്ഞത് കൊണ്ട് ഇതിലോട്ട് ഒഴിക്കുക. ഒരു വലിയ കപ്പ് തേങ്ങാപ്പീര പിഴിഞ്ഞ പാലാണ് വേണ്ടത്. ഇത് തിളയ്ക്കുമ്പോൾ അരി ചേർക്കും. ഇത്രേ ഉള്ളൂ. ഇതിലിനി ഉള്ളി വേണ്ടവർക്ക് വറുത്തിടാം മുകളിൽ. ഞാൻ ഉള്ളിയൊന്നും പിന്നെ ചേർക്കാറില്ല. ഉള്ളി നേരത്തെ ഉള്ള ആ ചുവന്നുള്ളിയുടെ സ്വാദ് തന്നെയാണ് ഉള്ളത്. ഇനി അലങ്കരിക്കുകയൊക്കെ വേണമെങ്കിൽ കുറച്ച് സവാള വറുത്ത് വേണമെങ്കിൽ മുകളിലിടാം. പക്ഷെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊന്നും ഒരിക്കലും കൊഞ്ച് ബിരിയാണിയിൽ ചേർത്തില്ല. ഇപ്പം നന്നായിട്ട് തിളച്ചു. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക. അതിലോട്ട് ഈ 1 ഗ്രാമ്പൂവും 1 ഏലക്ക, ഒരു വലിയ ഏലക്ക 1 ഗ്രാമ്പൂവും മതി. അരിയും നെയ്യും കൂടെ വറുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യിൽ അരി വറുത്ത്. അടച്ച് വേവിക്കാം. കുക്കറിലാണെങ്കിൽ 2 കപ്പ്, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം മതിയായിരിക്കും. 2 കപ്പ് തേങ്ങാപ്പാൽ മതിയായിരിക്കും. ഇപ്പം പുറത്ത് വേവിക്കുന്നത് കൊണ്ട് 3 കപ്പ്. ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് ലോ ആക്കുക. ഇനി ഒരു 10 മിനിറ്റിനകം ആവും. കഷ്ടിച്ചൊരു 10 മിനിറ്റിനകം ഇത് വേവും. ഇനി വേറൊന്നും ഇതിൽ ചേർക്കാനില്ല. ഇനി ഇത് ആയി കഴിഞ്ഞിട്ട് കാണിക്കാം.
ഇപ്പോൾ ബിരിയാണി ആയിരിക്കുക. കുറച്ചും കൂടെ ആറുമ്പോൾ കുറച്ചുകൂടെ വിട്ടിരിക്കും. നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെ കുഴഞ്ഞു പോകില്ല. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില ചേർക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റ് അതിൻ്റെ. കമൻസ് അറിയിക്കണം. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇത് അത്രയ്ക്ക് ടേസ്റ്റുള്ള ബിരിയാണി. ഇത് തേങ്ങാപ്പാലും കൊഞ്ചും ബാസ്മതി അരി എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷൻ. വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. ഉപ്പൊക്കെ ഭയങ്കര ടേസ്റ്റ് ഇതിന്.